വിൽപത്രം എഴുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റുമോ? ഇന്ന് രാവിലെ CPIയുടെ വെറ്ററൻ നേതാവായ KE ഇസ്മയിൽ നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് ഈ സംശയം ഉണ്ടായിരിക്കുന്നത്. കാരണം ബിനോയ് വിശ്വത്തിനെ കാനം രാജേന്ദ്രൻ എഴുതി വെച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറിയാക്കിയ നടപടി തെറ്റാണെന്നാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇസ്മയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്മയിൽ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് മാത്രമാണ് പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ കാനം എഴുതി വെച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിശ്വം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപടിക്രമങ്ങൾക്കനുസരിച്ചല്ല ആ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം ഇസ്മയിൽ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇസ്മയിൽ പക്ഷം എന്ന് പറയുന്നൊരു പക്ഷം CPIയിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കുറേ കാലമായിട്ട് CPIക്കകത്ത് ഒരു വിഭാഗീയത എന്ന് പറയുന്നത് അതിശക്തമായിട്ടല്ലേ നിലനിൽക്കുകയും ആ വിഭാഗീയമായ പോരാട്ടത്തിൽ ഇസ്മയിൽ പക്ഷത്തെ അടിച്ചു വീഴ്ത്തിയാണ് കാനം ഇക്കാലം വരെ നിലനിന്നിരുന്നത്. പാടില്ല. വ്യക്തിപരമായതും ആത്മനിഷ്ഠമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താം. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിലേക്കോ സംഘടനാ സംവിധാനത്തിലേക്കോ വരാൻ പാടില്ല. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നടപടിയല്ല അവസാന കാലത്ത് കാനം എഴുതി വെച്ച കത്ത് എന്നാണോ പറയുന്നത്? അതെ, അങ്ങനെ ഒരു കത്ത് എഴുതി വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കാം. പക്ഷേ ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് വിൽപത്രം പോലെ ആയിക്കഴിഞ്ഞാൽ ഈ അപകടം അതിനകത്തുണ്ടല്ലോ. അതാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും കാനം ഇങ്ങനെ കത്ത് എഴുതേണ്ടി വന്നത്? അതിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ CPIനകത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള വിഭാഗീയത വളരെ പ്രധാനപ്പെട്ടതും ശക്തമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പോകുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം കരുതിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കരുതാനുള്ള കാരണം ഇതാണ്. ഈ വിഭാഗീയത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ശഠിക്കുന്ന ഒരുതരം ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ അങ്ങനെ ശഠിക്കുന്നത് വിഭാഗീയതയുടെ ഒരു മൂർത്തിഭാവമാണല്ലോ ശരിക്കും അങ്ങനെ ശഠിക്കുക എന്ന് പറയുന്നത്. അത് ഏകാധിപത്യത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുക എന്നുള്ളത്. അത് ശരിയായ സമീപനമല്ല ശരിക്കും. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന സമയത്ത് അതിപ്പോൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് അവർക്ക് സ്റ്റേറ്റ് കൗൺസിൽ കൂടിയിട്ട് തീരുമാനമെടുക്കാമായിരുന്നു. അങ്ങനെ തീരുമാനമെടുത്തിരുന്നതിൽ പ്രശ്നങ്ങൾ വരില്ല. ആ തീരുമാനമെടുക്കുന്നതിന് ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈ അധികാര കൈമാറ്റം ഏറ്റവും അനുയോജ്യരായ അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകൾക്ക് കൈമാറുന്ന ഒരു പ്രവണത പൊതുവിലുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന ക്യൂബ, കാസ്ട്രോയ്ക്ക് ശേഷം ആരാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത്? കൊറിയ. അപ്പോൾ ഇതൊരു ആഗോള വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു അല്ല. നമ്മൾ ക്യൂബയുടെയും അതേപോലെ തന്നെ കൊറിയയുടെയൊക്കെ കാര്യം എടുക്കുന്ന സമയത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളുടെ കേരളത്തിലോ അതേപോലെ ഇന്ത്യയിലോ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. വളരെ വ്യക്തമായ ഏക പാർട്ടി സ്വഭാവവും സ്വേച്ഛാധിപത്യ സ്വഭാവവും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് കഴിയുകയും അത് നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. നമ്മളിവിടെ കുറേയും കൂടിയൊക്കെ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമാണോ ഭാവിക്കുന്നതാണോ? അല്ലല്ല, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. കാരണം പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യ പാർട്ടിയാകാൻ കഴിയുമോ? അതെ, അത് വലിയ ഒരു സംഘടനാ പ്രശ്നമാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ചോദ്യമാണ്. അതെ, കാരണം അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ഇതുവരെയായിട്ടും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്വേച്ഛാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സ്വേച്ഛാധിപത്യ സംവിധാനത്തിലൂടെ അതിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ്. ഒരു മിലിറ്റൻ്റ് പാർട്ടി എന്ന നിലക്കാണ് ആ പാർട്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവായിരിക്കും. അല്ല, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിൽ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരിക, നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ചൈന, കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഏക പാർട്ടി, ഒറ്റ പാർട്ടിയേ ഉള്ളൂ. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടമുണ്ടായാൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചതിനിടയിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതാവാനുള്ള സാധ്യതകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ അർത്ഥശൂന്യമായിട്ടുള്ളൊരു പ്രതീക്ഷയായിട്ട് ഞാൻ വിലയിരുത്തുന്നുള്ളൂ. നമുക്ക് ആഗ്രഹിക്കാം. ഒരു ഉട്ടോപ്യൻ ആശയം പോലെ കമ്മ്യൂണിസ്റ്റുകാരും വന്നാൽ, കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാവുമോ? അല്ല, നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ പോലെയാണെങ്കിൽ അവിടെ എന്തായാലും ജനാധിപത്യം ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനാധിപത്യം ഇല്ലാതാവാനായിട്ടുള്ള സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉയർത്തുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആളുകളെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും നല്ല മുദ്രാവാക്യമാണ്.
ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കണമെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് അങ്ങനെ പ്രവർത്തിച്ചേ പറ്റൂ. സാക്ഷാത്കരിച്ചാൽ ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലാതാവത്തില്ലേ ഇവർക്ക് അധികാരം കിട്ടിയാൽ? അല്ല, ഇപ്പം നിലനിൽക്കുന്ന സംവിധാനം കേരളത്തിലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇപ്പോൾ പശ്ചിമബംഗാളിലുണ്ടായിരുന്നു, ത്രിപുരയിലുണ്ടായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിന് ജനാധിപത്യ സ്വഭാവം പുലർത്തിക്കൊണ്ടുള്ള ഭരണത്തെ ഇല്ലാതാക്കാനായിട്ട് കഴിഞ്ഞു. അല്ല, അതൊരു സംസ്ഥാനത്ത് മാത്രമാണ്. അതെ, ഞാൻ ഇന്ത്യ അല്ലല്ല. മൊത്തം അതെ. ഇന്ത്യൻ പാർലമെന്റില് മഹാഭൂരിപക്ഷം സീറ്റുകളും കിട്ടി. അല്ല, നമ്മളത് വളരെ അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ഞാൻ പറയുന്നത് അപ്പോൾ ഈ പ്രയോഗവും അല്ല, മുദ്രാവാക്യവും അങ്ങനെ പ്രയോഗവും തമ്മിൽ അതിലേക്ക് വ്യത്യാസമുണ്ട്. അതിലേക്ക് വരാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്, അതിന് വ്യക്തമായ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അവർ അവതരിപ്പിക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് ലെനിൻ കെട്ടിപ്പടുത്ത പാർട്ടി സംവിധാനത്തിനനുസരിച്ച് രൂപപ്പെട്ടു വന്നത് വികസിച്ചിട്ടുള്ളതാണ്. ആ രൂപപ്പെട്ട അല്ലെങ്കിൽ വികസിച്ച സംവിധാനത്തിനകത്ത് ജനാധിപത്യത്തിനേക്കാൾ കൂടുതൽ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു സാധ്യതയാണ് കൂടിയത്. നമുക്കിപ്പോൾ അതിന് സെക്രട്ടേറിയറ്റ് പരിശോധിക്കാം, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന സംവിധാനം പരിശോധിക്കും. ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉൾപാർട്ടി ചർച്ചയിലൂടെ പ്രാവർത്തികമായില്ല എങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ഏകാധിപത്യ സംവിധാനത്തിലേക്ക് പോകാം, ഒരു പകരപ്രതിഷ്ഠ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകാം. നമ്മുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിതൻ വന്നത് എത്ര കാലത്തിന് ശേഷമാണ്? അതെ, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ദളിതരുടെ ഒരു പാർട്ടിയാണ് എങ്കിൽ പോലും ആ പാർട്ടിയിൽ ദളിത് നേതൃത്വത്തിന് പകരമായിട്ട് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതൃത്വമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ദളിതരെ അപേക്ഷിച്ച് അപ്പർ കാസ്റ്റുകളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നത്. അതെ, അത് ഇവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും യഥാർത്ഥത്തിൽ ഈ ദളിതരുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് താഴെ തന്നെയാണ്. അംബേദ്കർ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അധികാരത്തിന്റെ സംവിധാനം ഒരു നൂറ്റാണ്ട് എടുക്കുമ്പോഴാണ് ഒരു ദളിതനെ പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുവരുന്നത്. ശരിയാണ്, അധികാരത്തിന്റെ സംവിധാനങ്ങളെല്ലാം പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഏത് പാർട്ടി പറയുന്ന ഒരു സംവിധാനം പരിശോധിക്കുന്ന സമയത്ത് അതെപ്പോഴും കേന്ദ്രീകൃതമായിരിക്കുന്നത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ പറയാം. മെറിറ്റോക്രസി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന സമയത്ത് അതൊക്കെ തന്നെ അതാത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ മെറിറ്റോറിയൽ പൊസിഷനിലേക്കൊക്കെ എപ്പോഴും വന്നിരുന്നത്. അതിനെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. അതിനാണ് നമ്മൾ ദളിതർക്ക് സംവിധാനങ്ങൾ നൽകി ആ സംവിധാനം എന്ന് പറയുന്നത് സംവരണ സംവിധാനം, അത് അന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. ഈ സംവരണ സംവിധാനം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നൊരു വലിയ അപകടം എന്താണ്? സംവരണത്തിലൂടെ മാത്രമാണ് ഇവർക്ക് സംരക്ഷണമുള്ളത് എന്നുള്ള ചിന്തയാണ്. അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകൾ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരെപ്പോഴും സാമ്പത്തികമായി അടിച്ചമർത്തപ്പെട്ടവർ, അവരെപ്പോഴും സാമൂഹ്യമായിട്ട് അടിച്ചമർത്തപ്പെട്ടവർ. ഇവർക്ക് എങ്ങനെ വന്നാണ് ഈ മെറിറ്റോക്രസിയിൽ അധികാരം സ്ഥാപിക്കാൻ പറ്റുക? വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നല്ല എന്നും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാനായിട്ടുള്ള വഴി തുറന്നാൽ മാത്രമാണ് അത് പരിഹരിക്കപ്പെടുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു, അത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പുറത്തു നിന്നുള്ളവരുടെ അതിശക്തമായിട്ടുള്ള വിമർശനത്തിൻ്റെ ഫലമായിട്ടാണ് ചില ആളുകളെങ്കിലും ഈ സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ നിർബന്ധിതമായിരിക്കുന്നത്. അതാണ് പ്രശ്നം. സ്വമേധയൊന്നുമില്ല, സ്വമനസാലയല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് മനസ്സിലാക്കിയ പ്രത്യേകിച്ച് CPI കുറിച്ചും CPM കുറിച്ചുള്ള എൻ്റെ ഒരു ധാരണ പറയട്ടെ, ചിലപ്പോൾ തെറ്റായിരിക്കാം, അങ്ങേക്ക് തിരുത്താം. CPI ഇപ്പോഴും ദേശീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. ദേശീയ ജനാധിപത്യ വിപ്ലവം, ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലാണ് CPM വിശ്വസിക്കുന്നത്. ഇത് രണ്ടുമാണ്. ഇതിൻ്റെ രണ്ടിനും അത്യന്തികമായ ലക്ഷ്യം വിപ്ലവമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ എന്നെങ്കിലും വിപ്ലവം നടത്താൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവരിപ്പോഴും പാർട്ടി പരിപാടിയിൽ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള മണ്ടത്തരം എഴുതി വെക്കുന്നത് ആരെ പറ്റിക്കാനാണ്? അല്ല, അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം വിപ്ലവം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നിരുന്ന ആളുകളെല്ലാം തന്നെ വിശ്വസിച്ചിരുന്നത് വിപ്ലവം സാധ്യമാണ് എന്ന് തന്നെയാണ്. കാരണം 1917 റഷ്യയിൽ നടന്ന വിപ്ലവമാണ് ലോകത്തുള്ള എല്ലാ വിപ്ലവങ്ങളുടെയും ഒരു ചാലകശക്തിയായിട്ട് മാറി. അങ്ങനെ അതൊരു ചാലകശക്തിയായിരുന്നു. കാരണം അതിൻ്റെ ഒരു സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ സന്ദേശം എന്ന് പറയുന്നത് സമത്വമാണ്. ഏറ്റവും സമത്വപൂർണ്ണമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് അത് ലോകത്തിന് നൽകിയത്. പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്ന് നമ്മളൊരു 100 വർഷം കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. വിപ്ലവങ്ങളെന്ന് പറഞ്ഞാൽ ഇനി ലോകത്തെ സാധ്യമല്ല. അല്ല, ശരിയാണ്, ഞാൻ പറഞ്ഞ വിപ്ലവങ്ങൾ സാധ്യമല്ല എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ടായിട്ടുണ്ട്. ഇവരെന്തായിരിക്കും പാർട്ടി പരിപാടി മാറ്റാത്തത്? പാർട്ടി പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇവർ മാറ്റുന്നുണ്ട്. പാർട്ടി പരിപാടിയിൽ മാറ്റം വരുത്തുന്നത് എവിടെയാണ്? വിപ്ലവം എന്ന് പറയുന്ന സാധനം അല്ല മാറ്റം വരുത്തുന്നത്. പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയോ ലിബറലിസം പോലെയുള്ള ആയിട്ടുള്ള ആശയങ്ങളെ പാർട്ടി പരിപാടികളിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറയട്ടെ, ഈ വിദേശ മൂലധനത്തെ സ്വീകരിക്കുക,
അതുപോലെ സ്വകാര്യവൽക്കരണത്തിൻ്റെ മേഖലകളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പാർട്ടി പരിപാടികളിൽ ഒരു മാറ്റം ഒരുപാട് വരുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല അടി മുതൽ ശരിക്കും പറഞ്ഞാൽ പൊളിച്ചെടുത്ത ആവശ്യമാണ്. വർഗരാഷ്ട്രീയം അതിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ തൊഴിലാളി വർഗത്തിനും അതുപോലെ അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്കും മേൽത്തട്ടിലേക്കോ അല്ലെങ്കിൽ ഒപ്പം വരുന്ന തലത്തിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റേണ്ടതാണ്. അതിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിനനുസരിച്ച് ഒരു പൊളിച്ചെഴുത്ത തലത്തിൽ പാർട്ടി പരിപാടിയിൽ ഉണ്ടാവുകയും പാർട്ടി പരിപാടി ജനാധിപത്യവൽക്കരിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ശേഷി ഇത്തരം പാർട്ടികൾക്ക് ഉണ്ടാവുക. അല്ല, വിപ്ലവം ഒരു മാങ്ങാത്തൊലിയും വരാൻ പോകുന്നില്ല. ഇല്ല, ഉറപ്പാണ്. തീർച്ചയായിട്ടും. എന്നിട്ടും വിപ്ലവ പാർട്ടി എന്ന് അവകാശപ്പെടുന്നത് എന്തിനായിരിക്കും? അല്ല, അതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിച്ചെഴുതാനായിട്ടുള്ള വിമുഖതയാണ്. സമ്പൂർണ്ണമായിട്ട് പൊളിച്ചെഴുതി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവരുടെ അവസാനിക്കും. അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കാണേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തീരെയില്ല. അങ്ങനെയാണുള്ളത് അതിശക്തമായിട്ടുള്ള വിമർശനം. ഞങ്ങളൊക്കെ അതിനെ വിമർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഒഴിവാക്കപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അവിടെയാണ് തിരുത്തൽ ആവശ്യമായിട്ട് വരുന്നത്. അവിടെ തിരുത്തൽ ആവശ്യമെന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ആവശ്യമുള്ളത് തന്നെയാണ്. എപ്പോഴൊക്കെയാണ് എവിടെയൊക്കെയാണ് ലോകത്ത് ഈ അധസ്ഥിതമായിട്ടുള്ള അവസ്ഥയിൽ മനുഷ്യ സമൂഹം കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ അവരെ വിമോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. ഒരു കാരണവശാലും എല്ലാവരും കൂടി നമ്മളൊക്കെ ഒരുമിച്ച് പോകാം എന്ന് വിചാരിക്കില്ല. സമ്പത്തെല്ലാം എല്ലാ ആൾക്കാർക്കും വാരി വിതറാൻ പോകുന്നില്ല. അസമത്വം എന്ന് പറയുന്നത് ഒരിക്കലും വിനോബ പറഞ്ഞതാണല്ലോ, നമുക്ക് വിപ്ലവത്തിന് പകരം അങ്ങനെ ചെയ്യാവുന്നതാണ് വിനോബായുടെ ആശയം. അതെ, അത് നടക്കാത്ത കാര്യങ്ങളാണല്ലോ, അതാണുള്ള പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസമത്വം നിലനിൽക്കുമ്പോൾ ആ അസമത്വത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുന്ന കാലങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. എൻ്റെ ഒരു ആശങ്ക പറയട്ടെ. കാരണം കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ CPI എന്ന പാർട്ടി ഒരു ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും CPMൻ്റെ തോളിൽ കയറിയാണ് CPI സഞ്ചരിക്കുന്നത്. അപ്പോൾ CPIക്ക് വന്നിരിക്കുന്ന ഈ അനന്തരാവകാശിയെ നിയമിക്കുന്ന ഈ സ്വഭാവം CPMലേക്ക് പകർന്നു കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, പലരും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അത് പോകാം എന്നുള്ള കാരണം സംഘടനാപരമായിട്ട് CPM ഒക്കെ പഴയകാലത്തിനേക്കാൾ വളരെ ദുർബലമായി കഴിഞ്ഞു. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര തീവ്രതകളും വളരെയധികം കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു പാർട്ടി മാത്രമായിട്ട് മാറുകയാണ്. വെറും ഒരു പാർട്ടി മാത്രമായിട്ട് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇത്തരത്തിലുള്ള സ്വീകാര്യത എന്ന് വെച്ചാൽ അതൊക്കെ സ്വീകരിക്കാം, അതിനെന്താ പ്രശ്നമുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങും. കാരണം പുതിയ ആളുകളുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്ര പഠനമില്ല, വായനയില്ല, എല്ലാത്തിനും പുതുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്ന ചിന്തയില്ല. ഇങ്ങനെയെല്ലാം പോകുമ്പോൾ വേണമെങ്കിൽ ഇതേപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത എന്തിലും ഉണ്ടാകും. ഔദ്യോഗിക പ്രതികരണമൊന്നുമല്ല, ആളുകൾ പരക്കെ പറയുന്നു പിണറായി വിജയന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മുഹമ്മദ് റിയാസ് വരുമെന്ന്. പുതിയ മന്ത്രിസഭ വന്ന സമയത്ത് മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല എന്ന് ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനൊരു ബന്ധുത്വം നിലനിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ഒരു കാരണവശാലും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രതിവാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു, ശരിയാണ്. പക്ഷേ അതുകൊണ്ടല്ലല്ലോ അദ്ദേഹം ഇവിടെ ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാത്രമല്ല അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകളും അതുകൊണ്ടല്ലല്ലോ എന്ന ആളുകൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനായിട്ട് കഴിയേണ്ടതല്ലേ. അത് കഴിയാൻ പറ്റാത്ത രീതിയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അധികാര കൈമാറ്റമോ അല്ല പകരക്കാരനെ നിശ്ചയിക്കലോ CPMൽ സംഭവിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, നിലവിലുള്ള സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും ഒക്കെ ഉണ്ട്. കുറേ ആളുകളെങ്കിലും അതിനെ എതിർക്കാൻ പറ്റുന്ന ആളുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ അധികാര കൈമാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ആകാനുള്ള സാധ്യത കുറവാണ്. വിൽപ്പത്രം എഴുതി അധികാരം കൈമാറാനുള്ള സാധ്യത CPMൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. CPIയിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല അത്. അല്ല, CPI ഇപ്പോൾ കാണിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവണതയല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നില്ല സ്വീകാര്യത അതിന് കിട്ടും എന്നുള്ളത്. പക്ഷേ ബിനോയ് വരുന്നതിന് ഇതല്ലാതെയും അവർക്ക് വഴിയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫ്രാക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കാനത്തിന് തന്നെയാണ്. അപ്പോൾ അവർക്ക് ബിനോയ് തിരഞ്ഞെടുക്കുന്നത് കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്ന് മാത്രം. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു എങ്കിൽ പോലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാവി ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വളരെ വളരെ മോശമായിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം ഇത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, തിരുത്തെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലല്ല, സമ്പൂർണ്ണമായിട്ടുള്ള തിരുത്തൽ ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ രാജ്യത്ത് ഉയർന്നു വരുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യാനായിട്ട് കഴിയണം.
അതിനെ അഭിസംബോധന കഴിഞ്ഞില്ല എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ പോകും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അവിടെ ഇല്ല. അതെ അതെ, അങ്ങനെ പോകും. അല്ല, ഒന്ന് പോയാൽ മറ്റൊന്നുണ്ടായി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ അവശേഷിക്കുന്ന തുരുത്തായ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായാൽ പകരം വരുന്നത് ആരായിരിക്കും? അല്ല, ഇപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ ഒരു അധികാര സംവിധാനം. ആ അധികാര സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് BJPക്ക് തീർച്ചയായിട്ടും ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. കോൺഗ്രസ് ഈ പറഞ്ഞവരെ ഉയർന്നു വരാനുള്ള സാധ്യതയാണ്. പക്ഷേ നമ്മളുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇത് പരിശോധിച്ചാൽ അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് ഇല്ലാതാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ കുറേ ആളുകൾ പോകും. അതിനുശേഷമായിരിക്കാം ആരെങ്കിലും ഇല്ലാതാവുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുള്ളത്. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ പതുക്കെ നിലനിന്ന് പോകാൻ ഒരു വളർച്ചയും വികാസമൊന്നും ഇതിനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നുമില്ല. കോൺഗ്രസ് ആയിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സൊക്കെ വളരെ വളരെ നിർജ്ജീവാവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. BJP അതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളത്തിൽ. CPM അതുപോലെ മോശമായിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വല്ലാതെ മോശമായി കഴിഞ്ഞിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. BJPയുടെ സ്ഥിതി, BJPക്ക് കേന്ദ്രത്തിൽ ഭരണമുണ്ട്, വീണ്ടും ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. കോൺഗ്രസ് ഈ വളരെ മോശമായിട്ട് CPM ഭരണപ്രവർത്തനങ്ങളൊക്കെ നടത്തി കോൺഗ്രസ്സിന് അധികാരം തലയിൽ വെച്ച് കൊടുക്കാം എന്ന് കരുതിയാൽ ആ സമയത്ത് അവർ അടിച്ചു പിരിക്കും. ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു വലിയ അനിശ്ചിതത്വത്തിലാണ്. എന്ത് സംഭവിക്കുന്ന ആർക്കും പ്രവചിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിൽക്കുന്നത്. നമുക്ക് നിശബ്ദരായി എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.